കമൽഹാസൻ ഇന്ത്യൻ സിനിമയുടെ ഉലക നായകൻ എന്നറിയപ്പെടുന്ന കമൽഹാസൻ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം സിനിമയിൽ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. A to Z കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം, അതൊക്കെ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴും ആ പതിവുകളൊന്നും തെറ്റിക്കാതെയാണ് കമൽഹാസൻ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല കാര്യങ്ങളിലും പല മേഖലകളിലും അദ്ദേഹം സഞ്ചരിക്കുന്നെങ്കിലും ആത്യന്തികമായി സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. AI ടെക്നോളജിയെ പറ്റി പഠിക്കാൻ വേണ്ടി അദ്ദേഹം കോഴ്സ് വരെ എടുത്ത കാര്യം നമ്മൾ അടുത്തിടെ അറിയുകയും ചെയ്തു. എല്ലാം സിനിമയ്ക്ക് വേണ്ടിയാണ്. പുതിയ ടെക്നോളജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന കമൽഹാസനെ നമുക്ക് അടുത്തിടെ കാണാനുമായിട്ടുണ്ട്. എന്നാൽ കമൽഹാസൻ ചില ഗംഭീര പ്രോജക്റ്റുകളുടെ പുറകിലാണ് സഞ്ചരിക്കുന്നത്. അതിലേക്ക് മോഹൻലാൽ കൂടി വന്നാലും അങ്ങനെ ചില സൂചനകൾ അടുത്തിടെ പൊങ്ങി വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അടുത്തിടെയാണ് മോഹൻലാലിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ കമൽഹാസന്റെ വാക്കുകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. കമൽഹാസന്റെ റിലേറ്റീവ് കൂടിയായ സുഹാസിനി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മോഹൻലാലിനോട് തന്നെ ചോദിച്ച അവസരം ഉണ്ടാകുകയും ചെയ്തിരുന്നു. കമൽഹാസന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മോഹൻലാലാണെന്ന് അറിയാമോ എന്ന് മോഹൻലാലിനോട് തന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ മോഹൻലാലിനെ അറിയാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മലയാളത്തിലെ മഹാനടനായ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് കമൽഹാസൻ. അപ്പോൾ ഉന്നെപ്പോൽ ഒരുവൻ എന്ന ചിത്രത്തിലാണ് താനും മോഹൻലാലും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചതെന്ന് കമൽഹാസൻ പറയുന്നുണ്ട്. തന്റെ അനുഭവത്തിൽ അഭിനയിക്കാൻ അറിയാത്ത നടനാണ് മോഹൻലാൽ എന്നും അദ്ദേഹത്തിന് ബിഹേവ് ചെയ്യാനേ അറിയൂ എന്നും കമൽഹാസൻ പറയുകയുണ്ടായി. ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഉന്നെപ്പോൽ ഒരുവനിലാണ് ഞാനും ലാൽ സാറും ഒന്നിക്കുന്നത്. ആ സിനിമയിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അനുഭവത്തിൽ മോഹൻലാൽ അഭിനയിക്കാൻ അറിയാത്ത നടനാണ്. ബിഹേവ് ചെയ്യാനേ അദ്ദേഹത്തിന് അറിയൂ. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക. വിശേഷങ്ങൾ പരസ്പരം ചോദിച്ചറിയുകയും അതുപോലെയാണ് ലാൽ സാറിന്റെ അഭിനയം. വല്ലാത്തൊരു ഒഴുക്ക്, താളം എല്ലാം അതിലുണ്ടാകും. അതാണ് ആ നടന മഹിമ. ഇന്ത്യൻ സിനിമയിലെ മികച്ച 5 നടന്മാരെ ഞാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മോഹൻലാൽ ആയിരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ എത്രയോ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ ആരാധന തോന്നിയിട്ടുമുണ്ട്. ലാൽ സാറിന്റെ കഴിവിനെ കുറിച്ച് പറയാൻ ഒന്നിച്ചഭിനയിച്ച അനുഭവം പറയേണ്ടതില്ല. ഞാൻ അദ്ദേഹത്തിന്റെ എത്രയോ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ ആരാധന തോന്നിയിട്ടുമുണ്ട്. പല സിനിമകളിലെയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്നിലെ ആസ്വാദകനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് വാനപ്രസ്ഥത്തിലെ കഥകളി നടൻ. അഭിനയത്തിൽ ലാൽ സാറിന്റെ ഋതം എത്ര ഉന്നതിയിലാണെന്ന് ബോധ്യപ്പെടാൻ ആ സിനിമ മാത്രം മതി. വിരലുകളിൽ പോലും നടന താളം വിരിയിച്ചുകൊണ്ടാണ് അദ്ദേഹം കഥാപാത്രമായി മാറുന്നത്. കമൽഹാസന്റെ വാക്കുകൾ ഇതായിരുന്നു. ഇത് വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു എന്നതാണ് മറ്റൊരു കൗതുകം. അപ്പോഴാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 2018 പദ്ധതിയിട്ട ഒരു പ്രോജക്റ്റ് ഉണ്ട് കമൽഹാസന്റേതായി. കമൽഹാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രോജക്റ്റ്. സത്യം പറഞ്ഞാൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ സൂചന. എന്നാൽ അന്നത് നടക്കാതെ പോവുകയും ചെയ്തു. ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടോ എന്ന് പോലും പിന്നീട് നമ്മൾ കേട്ടതുമില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കമൽഹാസൻ തന്റെ അടുത്ത സംവിധാന സംരംഭത്തിന് നേതൃത്വം നൽകാൻ മോഹൻലാലുമായി ബന്ധപ്പെട്ടു എന്നാണ്. 2018 ഈ പദ്ധതി നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും ആ സമയത്ത് മോഹൻലാൽ ചില വലിയ പ്രോജക്റ്റുകളുടെ തിരക്കിൽ ആയതിനാൽ പിന്നീട് അത് ഉപേക്ഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഇത് വികസിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇങ്ങനെ ചില സൂചനകൾ പുറത്തു വരികയാണ്. കമൽഹാസൻ ഇങ്ങനെ ഒരു വെഞ്ചറിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നതും അത്ഭുതകരമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. മരുതനായകം എന്ന അദ്ദേഹത്തിന്റെ നടക്കാതെ പോയ പ്രോജക്റ്റ് വീണ്ടും പൊടിതട്ടിയെടുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുവേണ്ടിയുള്ള AI ടെക്നോളജി പരിപാടികളൊക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു എന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ കമൽഹാസൻ പ്ലാൻ ചെയ്യുന്നു എന്നതാണ്. അതിലേക്ക് മോഹൻലാൽ കൂടി എത്തുന്നു എന്നത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു അത്ഭുതം സമ്മാനിക്കുന്ന സംഭവമാണ്. ഇപ്പോഴിതൊരു സൂചന മാത്രമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആധികാരിക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും കമൽഹാസന്റെ ഫേവറേറ്റ് നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ഉറപ്പായി നടത്തുമെന്നാണ് പറയാൻ കഴിയുന്നത്. മോഹൻലാലും അടുത്തിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയുള്ള സംസാരങ്ങൾ നടക്കുന്നു എന്നതൊക്കെ. ഇതുമായി ബന്ധപ്പെട്ടല്ല. തുടരും എന്ന ചിത്രം പോലും 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഉണ്ടാകുന്നത്. സ്ക്രിപ്റ്റിൽ വന്ന വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി അത് ഇത്രയും നാളെടുത്തു എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ മോഹൻലാലിലേക്ക് എത്തിയും കാണും. അതൊക്കെ ചർച്ചകളിൽ ഇരിപ്പുണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു സൂചന വരുമ്പോൾ എന്തൊക്കെയോ അണിയറയിൽ സംഭവിക്കുന്നുണ്ട്. കണ്ടു തന്നെ അറിയാം. വലിയൊരു സർപ്രൈസ് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ ഇപ്പോൾ ലോകവ്യാപകമായി ട്രെൻഡിംഗ് ആയി. മോഹൻലാലിന്റെ റീച്ച് 10 മടങ്ങ് വർദ്ധിച്ചു. വലിയ രീതിയിലുള്ള ക്രൗഡ് പുള്ളിംഗ് ഈ ചിത്രത്തിലൂടെ സാധിച്ചു. മലയാള സിനിമയ്ക്ക് പല മേഖലകളിലും വാതിൽ തുറന്നു കൊടുത്തു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ മോഹൻലാലിലേക്ക് ഗംഭീര പ്രോജക്റ്റുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ കമൽഹാസനുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റിന്റെ സൂചനയും പുറത്തു വരുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എമ്പുരാൻ എന്ന സിനിമ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. കൂടാതെ വിഷു റിലീസായി ഗംഭീര സിനിമകൾ ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആലപ്പുഴ, ജിംഖാന, ബസൂക്ക, മരണമാസ്, ഗുഡ് ബാഡ് അഗ്ലി തുടങ്ങിയ സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ ബസൂക്കയും ആലപ്പുഴ ജിംഖാനയും 1 കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ ബിസിനസ് നടത്തുന്നുള്ള വിവരങ്ങളും എത്തിയിരുന്നു. 1.50 കോടിയാണ് ആലപ്പുഴ ജിംഖാന പ്രീസെയിലൂടെ നേടിയിരിക്കുന്നത്. പുതിയ ചിത്രങ്ങളൊക്കെ പ്രീസെയിലൂടെ ഗംഭീര കളക്ഷൻ നേടുമ്പോഴും അവിടെയും ഉണ്ട് എമ്പുരാൻ എന്ന സിനിമ. എമ്പുരാൻ എന്ന സിനിമ 14-ാം ദിവസം 1 കോടിക്കടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഈ പുതിയ സിനിമകൾക്കിടയ്ക്കാണ് എമ്പുരാൻ എന്ന സിനിമ കളക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുകൂടി ഓർക്കണം.